ഹലോ ടീംസ്, ഒരാളുടെ അപ്പെക്സ് ഐ ഡിയിൽ നിന്ന് എങ്ങനെയാണ് ലിങ്ക് എടുത്തിട്ട് മറ്റൊരാൾക്ക് റെഫറലായിട്ട് നമുക്ക് അയച്ചു കൊടുക്കാൻ പറ്റുക എന്നുള്ളതും, അതുപോലെ തന്നെ ആ ലിങ്ക് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഒരു പുതിയ ഐ ഡി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചിട്ടുമാണ് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഒരു സൈറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നമ്മുടെ അപ്പെക്സ് ഐ ഡിയുടെ സൈറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഈ അപ്പെക്സ് ഐ ഡി നമ്മൾ ലോഗിൻ ചെയ്യുന്നു. ഓക്കെ, നിങ്ങൾക്ക് കാണാം അപ്പെക്സ് ഐ ഡി ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വരുന്ന ഫേസ് ഇങ്ങനെയാണ്. ഇവിടെ നമ്മുടെ എല്ലാ ഡീറ്റെയിൽസുകളും ഉണ്ട് അല്ലേ, എല്ലാ ഡീറ്റെയിൽസുകളും ഉണ്ട്. ഈ ഡീറ്റെയിൽസിൽ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ മൊബൈലിലാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ അവിടെ മെനു ബാർ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഈ ലെഫ്റ്റ് സൈഡിലുള്ള ഈ ഒരു ഓപ്ഷൻസുകൾ വരുള്ളൂ, ഓപ്പണായി വരുള്ളൂ. അപ്പോൾ അതിൻ്റെ മെനു ബാർ എന്ന് പറയുന്നത് ഈ കാണുന്ന 3 ലൈനായിട്ടുള്ള ഈ ബട്ടണാണ്. മൊബൈലിൽ അത് വന്നിട്ടില്ല എങ്കിൽ നമ്മളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു ഓപ്ഷൻസുകൾ അവിടെ ഓപ്പൺ ആവും. അവിടെ ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമുക്കൊരാൾക്ക് ഒരു ലിങ്ക് അയച്ചു കൊടുക്കാൻ റെഫറൽസ് എന്ന് പറയുന്ന ഈ ഒരു ഭാഗം നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൾ റെഫറൽസും അതുപോലെ തന്നെ ലെഫ്റ്റ് റെഫറൽസും റൈറ്റ് റെഫറൽസും നമുക്ക് അവിടെ കാണാം. അതിലേതെങ്കിലും ഒരു ഭാഗം നമ്മൾ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യാം. നിങ്ങൾക്ക് മൊബൈലിലാവുമ്പോൾ ഡയറക്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലൊരു ഫേസും കൂടെ ഓപ്പൺ ആയിട്ട് വരും. ഇപ്പോൾ കമ്പ്യൂട്ടറിൽ ചെയ്യുന്ന ആളുകൾക്ക് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് പോലെ തന്നെ ചെയ്യാം. അവിടെ ജോയിൻ ലെഫ്റ്റ് അതുപോലെ തന്നെ ജോയിൻ റൈറ്റ് എന്ന് പറയുന്ന 2 ലിങ്ക് നമുക്ക് ഓപ്പൺ ആയിട്ടുണ്ട്. ഈ 2 ലിങ്കിൽ ഏതെങ്കിലും ഒരു ലിങ്ക്, നമുക്ക് ആവശ്യമുള്ള ലിങ്ക് ഏതാണോ ആ ലിങ്ക് നമ്മൾ എന്ത് ചെയ്യാം, കോപ്പി ചെയ്യാം. കോപ്പി ചെയ്തിട്ട് നമുക്ക് വാട്സപ്പ് വഴിയോ അല്ലെങ്കിൽ നമ്മൾ ഏത് മുഖാന്തരമാണോ നമ്മൾ മറ്റൊരാൾക്ക് അയച്ചു കൊടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ പേസ്റ്റ് ചെയ്തുകൊണ്ട്. ഇപ്പോൾ വാട്സപ്പിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ മെസ്സേജൊക്കെ അയക്കുന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് പേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ആ വ്യക്തികൾക്ക് ആ ലിങ്ക് അയച്ചു കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ ലിങ്ക് എങ്ങനെ എടുത്തിട്ട് അയച്ചു കൊടുക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ട് നമ്മൾ മനസ്സിലാക്കി. ഇനി ലിങ്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ വ്യക്തി എങ്ങനെയാണ് ഒരു ഐ ഡി ക്രിയേറ്റ് ചെയ്യുക എന്നതിനെക്കുറിച്ചും കൂടെ ഞാനൊരു ചെറിയ ഒരു രൂപം നിങ്ങൾക്ക് തരാം. ഓക്കെ, ഇപ്പോൾ ഞാൻ ലിങ്ക് കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട്. ലിങ്ക് കോപ്പി ചെയ്ത് വെച്ചു. നമ്മളൊരു മൊബൈലിലാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലാണെന്നുണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യാം, ആ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ തന്നെ ഡയറക്റ്റ് നമുക്ക് ഈ സൈറ്റ് ഓപ്പൺ ആയിട്ട് വരും. ഈ സൈറ്റ് നമുക്ക് ഓപ്പൺ ആയിട്ട് വരും. ഈ ഫേസിൽ നമ്മൾ ചെയ്യേണ്ടത് ആ വ്യക്തിയുടെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇവിടെ ആ വ്യക്തിയുടെ പേര് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇത് എനിക്ക് പുതിയ ഒരു ഐ ഡി അടിക്കാനുള്ളതാണ്. ആ വ്യക്തിയുടെ പേര് ഞാനിവിടെ ടൈപ്പ് ചെയ്തു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അവരുടെ ഇമെയിൽ ഐ ഡി ഞാനിവിടെ ടൈപ്പ് ചെയ്യുന്നു. അവരുടെ ഇമെയിൽ ഐ ഡി ഞാനിവിടെ ടൈപ്പ് ചെയ്തു. ഇനി എനിക്ക് വേണ്ടത് എന്താ, അവരുടെ മൊബൈൽ നമ്പറാണ്. ആ മൊബൈൽ നമ്പർ കൂടെ നമ്മൾ എന്ത് ചെയ്യണം, അവിടെ ടൈപ്പ് ചെയ്ത് വെക്കണം. അവരുടെ മൊബൈൽ നമ്പർ ഞാനിവിടെ ടൈപ്പ് ചെയ്യുന്നു. ഈ ഇമെയിൽ ഐ ഡി മൊബൈൽ നമ്പറൊക്കെ നമ്മൾ കൊടുക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം കൊടുക്കാൻ. കാരണം നമുക്കത് തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ അത് റിക്കവർ ചെയ്തെടുക്കാൻ കുറച്ച് പ്രയാസമാണ്. അപ്പോൾ നമ്മളതൊക്കെ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ക്രിയേറ്റ് ചെയ്യാൻ. ഓക്കെ, ഇവിടെ നമുക്ക് ഇഷ്ടമുള്ളൊരു പാസ്വേഡ്, നമുക്കറിയുന്ന ഒരു പാസ്വേഡ് അല്ലെങ്കിൽ നമ്മുടെ മൈൻഡിൽ നിൽക്കുന്ന ഒരു പാസ്വേഡ് നമ്മൾ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ടൈപ്പ് ചെയ്തിട്ട് നമ്മൾ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് നടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പുതിയ അക്കൗണ്ട് സ്റ്റാർട്ടായി. ഇപ്പോൾ നമ്മുടെ പുതിയ അക്കൗണ്ട് ഓപ്പണായി. അതായത് ആ വ്യക്തിയുടെ പേരിൽ നമുക്കൊരു യൂസർ നെയിം കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ അവരുടെ പേരും ഒക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഐ ഡി ഇവിടെ കോപ്പി ചെയ്യാം. ഇതിപ്പോൾ മൊബൈലിലാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് പിന്നെ കമ്പ്യൂട്ടറിലാണെന്നുണ്ടെങ്കിലും ഇവിടെ എന്ത് ചെയ്യാം, കോപ്പി ചെയ്ത് വയ്ക്കാം. കോപ്പി ചെയ്തിട്ട് നമുക്ക് വാട്സപ്പിലോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും നമുക്ക് പേസ്റ്റ് ചെയ്ത് അവിടെ സൂക്ഷിച്ച് വയ്ക്കാം. ഓക്കെ, ഇപ്പോൾ ഈ വ്യക്തിയുടെ ഐ ഡി നമ്മൾ ഓപ്പൺ ചെയ്തു. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഒരു ഐ ഡി എങ്ങനെയാണ് ആക്ടിവേഷൻ ചെയ്യുക എന്നുള്ളതാണ്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അയച്ചു തരാം. ഓക്കെ, താങ്ക് യു.